മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ വ്യാപക ക്രമക്കേട് നടക്കുന്നുവെന്ന മീഡിയ വൺ വാർത്താ പരമ്പരയിൽ ഇടപെട്ട് ഗതാഗത മന്ത്രി. കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. വ്യാജ ഉദ്യോഗസ്ഥരെ പൂട്ടും. കർശന പരിശോധനയ്ക്ക് ശേഷമായിരിക്കും ലൈസൻസ് നൽകുക. ലൈസൻസിന്റെ എണ്ണം കുറയ്ക്കുമെന്നും മന്ത്രിയായി ചുമതലയേറ്റ ശേഷം ഗണേഷ് കുമാർ പറഞ്ഞു. മീഡിയ വൺ ഇമ്പാക്ട്. അതിലൊക്കെ നടപടി ഇന്നുണ്ടാവും. ഇനി വ്യാജന്മാരൊന്നും കയറരുത്. കാരണം ഇവിടെ ഇരിക്കുന്ന ആൾ ശുപാർശ കേൾക്കുന്ന ആളല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദയവ് ചെയ്ത് അത്തരം കലാപരിപാടികൾ, വ്യാപകമായ അഴിമതികൾ, അതൊക്കെ ദയവ് ചെയ്ത് എന്റെ സുഹൃത്തുക്കളായ ഉദ്യോഗസ്ഥന്മാരും ഏജന്റുമാരും ഒക്കെ നിർത്തണം. ഈ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പലർക്കും ഡ്രൈവിംഗ് അറിയാം, പാർക്കിംഗ് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ഈ ആഴ്ച മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് കർശനമാണ്. നിങ്ങൾ പരാതിയൊന്നും പറയരുത്. ഡ്രൈവിംഗിന്റെ ലൈസൻസിന്റെ നമ്പർ കുറയ്ക്കും. നിങ്ങൾ തന്നെ വാർത്ത കൊടുക്കാറുണ്ട്, ഇന്ന അപകടം സംഭവിച്ചു, 2 പേര് മരിച്ചു, RTO വകുപ്പ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറയും. ഒരു കാര്യമില്ല. കാരണം അവൻ വേണമെങ്കിൽ വേറെ സർട്ടിഫിക്കറ്റ് ലൈസൻസ് എടുക്കുന്ന കള്ളത്തരം കാണിക്കുന്ന വേറെ എവിടെയെങ്കിലും പോയി എടുക്കും. അതുകൊണ്ട് ലൈസൻസ് കൊടുക്കുന്നതിന് വളരെ സ്ട്രിക്റ്റായ പരിശോധന ആയിരിക്കും. ദിവസം 500 ലൈസൻസ് കൊടുത്ത് ഗിന്നസ് ബുക്കിൽ കയറാൻ ആഗ്രഹിക്കുന്നില്ല. ഗിന്നസ് ബുക്കിൽ കയറില്ല. ലൈസൻസ് പറഞ്ഞാൽ ലൈസൻസ് ആയിരിക്കണം. വണ്ടി തിരിക്കാൻ തിരിച്ചിട്ട് ഓടിച്ചിട്ടൊന്നും കാര്യമില്ല. വണ്ടി പാർക്ക് ചെയ്ത് കാണിക്കണം, റിവേഴ്സ് കയറ്റി പാർക്ക് ചെയ്ത് കാണിക്കണം, കാർ പാർക്കിലേക്ക് ഇട്ട് കാണിക്കണം. ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ടെസ്റ്റ് ചെയ്യുന്ന വണ്ടിക്കകത്ത് നിർബന്ധമായും ക്യാമറ ഏർപ്പെടുത്തും. TC ഉടൻ തന്നെ അതിന്റെ ഉത്തരവ് ഇറക്കും. ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന സാധാരണ നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിന്റെ വണ്ടിയിലാണ് നടത്തുമ്പോൾ അതിലൊരു ക്യാമറ ഉണ്ടാകും. കാരണം സ്ത്രീകളോട് മോശമായി പെരുമാറുന്നു എന്നൊരു പരാതിയുണ്ട്. സ്ത്രീകളോടും പുരുഷന്മാരോടും ഒരുവിധ ഹരാസ്മെന്റും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥനുള്ള അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കൊടുക്കും. വ്യാപകമായി ലൈസൻസ് കൊടുക്കുന്നവർ ആ ലൈസൻസ് കൊടുക്കുന്ന സ്ഥലത്തുണ്ടാവില്ല എന്നേ പറയാനുള്ളൂ. അങ്ങനെ കൊടുക്കുന്നില്ല. കേരളത്തിലെ ലൈസൻസ് നല്ല അന്തസ്സുള്ള ലൈസൻസ് ആയിരിക്കും. വളരെ കുറച്ചേ കൊടുക്കുള്ളൂ, വളരെ കുറച്ച്. മോട്ടോർ വാഹന വകുപ്പിൽ നടക്കുന്ന അഴിമതിയെക്കുറിച്ച് മീഡിയ വൺ നടത്തുന്ന വാർത്താ പരമ്പരയിൽ ഇടപെട്ടുകൊണ്ടാണ് മന്ത്രിയായി ചുമതലയേറ്റയുടൻ മന്ത്രി ഗണേഷ് കുമാറിന്റെ പ്രതികരണം. ഇപ്പോൾ RB സനൂപ് ഉണ്ട് വിവരങ്ങളുമായി. സനൂപ്, എന്താണ് മന്ത്രി നമ്മളോട് പറഞ്ഞത്? അജിംസ്, മീഡിയ വൺ പുറത്തുവിട്ട അടിമുടി അഴിമതി എന്ന മോട്ടോർ വാഹന വകുപ്പിലെ അഴിമതിയെക്കുറിച്ചുള്ള വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടു എന്ന് തന്നെയാണ് ഗണേഷ് കുമാർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഗതാഗത മന്ത്രി എന്ന നിലയിൽ അദ്ദേഹം കർശനമായിട്ടുള്ള ഇടപെടൽ ഇതിലുണ്ടാകും. ഇന്ന് തന്നെ പല നടപടികളും ഇതിന്റെ ഭാഗമായിട്ട് എടുക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ഒരു വ്യാജന്മാരെയും ഈ വകുപ്പിൽ വെച്ച് പൊറപ്പിക്കില്ല എന്നുള്ള കർശന ഒരു നിർദ്ദേശമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. ഗതാഗത കമ്മീഷണറുമായിട്ട് ചർച്ച നടത്തി ഇന്ന് തന്നെ ഇതിനുവേണ്ട നടപടികൾ എടുക്കും. മറ്റ് എല്ലാ അഴിമതികൾക്കെതിരായിട്ടുള്ള നടപടികളും ഉണ്ടാകുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇന്നാണ് ഗണേഷ് കുമാർ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ചുമതലയേക്കുന്നത്. ചുമതലയേറ്റ ഉടൻ തന്നെയാണ് അദ്ദേഹം മീഡിയ വണ്ടെ വാർത്ത ശ്രദ്ധയിൽപ്പെട്ട കാര്യം വ്യക്തമാക്കിയത്. എന്തായാലും ഈ മോട്ടോർ വാഹന വകുപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതികൾക്കെതിരെ എല്ലാം തന്നെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പ് അദ്ദേഹം നൽകുന്നുണ്ട്. ഇത്തരത്തിൽ പല വകുപ്പുകളിലും, അതായത് ഈ ഗതാഗതവുമായി ബന്ധപ്പെട്ട പല വകുപ്പുകളിലും ഇത്തരത്തിൽ പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം പരിഹരിക്കാൻ വേണ്ട നടപടിയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഒരു പുതിയ ഗതാഗത പരിഷ്കരണം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. അത് ഗതാഗത കമ്മീഷണറുമായിട്ട് ചർച്ച നടത്തി അതിന്റെ ഒരു ഡ്രാഫ്റ്റ് മുഖ്യമന്ത്രിക്ക് കൂടി സമർപ്പിച്ച് അത് നടപ്പിലാക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം പലപ്പോഴും ഈ ലാഭകരമല്ലാത്ത റൂട്ടുകളടക്കം KSRTC സർവീസും മറ്റുമൊക്കെ നടത്തുന്നുണ്ട്. അപ്പൊ അതെല്ലാം തടഞ്ഞുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഗതാഗത വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാക്കി KSRTCയും മറ്റു വകുപ്പുകളെയും ലാഭകരമാക്കുക എന്നുള്ള ലക്ഷ്യം അദ്ദേഹത്തിനുണ്ട്. KTDC അടക്കം വലിയ നഷ്ടത്തിൽ പോകുന്ന സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ അതിനെല്ലാം രക്ഷിക്കാൻ വേണ്ട നടപടികൾ ഉണ്ടാകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം ഈ അഴിമതി വെച്ച് പൊറപ്പിക്കില്ല. കാരണം ഏജന്റുമാരായിട്ട് ആരും തന്നെ സമീപിക്കാൻ പറഞ്ഞ തന്നെ പല പരിപാടികളിലേക്കും ദയവായിട്ട് ക്ഷണിക്കരുത്. ഇതെല്ലാം 2.5 വർഷം മാത്രമേ ഉള്ളൂ. അതെല്ലാം പരമാവധി നന്നാക്കിയിട്ട് വേണം അദ്ദേഹത്തിന് ഇറങ്ങുക എന്നുള്ള കാര്യം അദ്ദേഹം അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഇപ്പോൾ അദ്ദേഹം ക്യാബിനറ്റിൽ പങ്കെടുക്കുന്ന അതിനുശേഷം ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ട്രാൻസ്പോർട്ട് സെക്രട്ടറി, ഗതാഗത കമ്മീഷണർ, അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ, KSRTCയിലെ ഉദ്യോഗസ്ഥർ, MVDയിലെ മറ്റു ഉദ്യോഗസ്ഥർ, KTDSയിലെ ഉദ്യോഗസ്ഥരടക്കം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിൽ അദ്ദേഹം നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളെ പറ്റിയെല്ലാം ഉദ്ദേശിക്കും. എന്തായാലും മീഡിയ വൺ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ മോട്ടോർ വാഹന വകുപ്പിലെ അഴിമതി സംബന്ധിച്ച് ഇന്ന് തന്നെ നടപടി ഉണ്ടാകുമെന്നാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്. അജിംസ്, സനൂപി, KSRTCയെ കുറിച്ച് സ്പെസിഫിക് ആയിട്ട് എന്താണ് ഗണേഷ് കുമാർ പറഞ്ഞത്? KSRTC ലാഭത്തിലാക്കാൻ വേണ്ട നടപടികൾ അത് പരമാവധി സ്വീകരിക്കും. കാരണം പലപ്പോഴും ഈ ലാഭകരമല്ലാത്ത റൂട്ടുകളടക്കം KSRTC സർവീസ് നടത്തുന്നുണ്ട്. അത് പലപ്പോഴും വലിയ നഷ്ടമാണ് KSRTCക്ക് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ട്രൈബൽ ഏരിയ അതുപോലെ മറ്റ് വാഹന ക്രമീകരണങ്ങളില്ലാത്ത സ്ഥലങ്ങളിൽ
KSRTC ഇപ്പോൾ നടത്തുന്ന സർവീസ് അതേപോലെ തുടരും. പക്ഷേ മറ്റു ചില ഇടങ്ങളിൽ MLA-മാരുടെ MP-മാരുടെ ഒക്കെ ആവശ്യം പരിഗണിച്ച് ബസ്സുകളൊക്കെ കൂടുന്നുണ്ട്. അത് ലാഭകരമാണോ അല്ലേ എന്നുള്ള കാര്യം പരിശോധിക്കും. ഇതെല്ലാം ഉൾപ്പെടെയുള്ള ഒരു ഗതാഗത പരിഷ്കരണമാണ് മുഖ്യമന്ത്രിയെ കണ്ട് അറിയിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. പുതിയ രീതിയിലുള്ള ബാത്റൂം സൗകര്യം അടക്കം ഉണ്ടാക്കും. വൃത്തിയുള്ള ടോയ്ലറ്റുകൾ KSRTC ബസ് സ്റ്റാൻഡിലും മറ്റുമൊക്കെ വേണം. അവയെല്ലാം തന്നെ നവീകരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കും. സ്ത്രീകളുടെ സുരക്ഷ, മുലയൂട്ടാൻ വേണ്ട ഇടങ്ങൾ, ഇതെല്ലാം തന്നെ ഒരുക്കാൻ വേണ്ട നടപടി സ്വീകരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ലൈസൻസിന്റെ കാര്യമാണ്. ലൈസൻസ് പലപ്പോഴും പലർക്കും കിട്ടുന്നുണ്ട്. പക്ഷേ വാഹനം പാർക്ക് ചെയ്യാൻ പോലും അറിയാത്തവർക്കാണ് ലൈസൻസ് വക കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ലൈസൻസുകളുടെ എണ്ണം കുറയ്ക്കും. ലൈസൻസ് നൽകാൻ വേണ്ട മാനദണ്ഡങ്ങൾ കർശനമായിട്ട് തന്നെ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമായിരിക്കും ലൈസൻസ് നൽകുക എന്നുള്ള കാര്യം അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന വാഹനത്തിനകത്ത് ക്യാമറ സ്ഥാപിക്കണം എന്നുള്ള ഒരു ആവശ്യം അദ്ദേഹം ഗതാഗത കമ്മീഷനോട് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഉടൻ തന്നെ ഒരു തീരുമാനമുണ്ടാകും. കാരണം ഈ ഡ്രൈവിംഗ് ടെസ്റ്റിനിടെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അക്രമമൊക്കെ ഉണ്ടായ പശ്ചാത്തലത്തിൽ അത്തരത്തിലൊരു നടപടി കൂടി സ്വീകരിക്കാൻ അദ്ദേഹം പറഞ്ഞു. എന്തായാലും ലൈസൻസിന്റെ എണ്ണം കുറയ്ക്കും എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതേപോലെ ഒരു പ്രധാന പ്രശ്നം ഈ തപാൽ വകുപ്പിന് പണം നൽകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ലൈസൻസുകളടക്കം തപാൽ മാർഗം ആർക്കും അയക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയുണ്ട്. അപ്പൊ അതിലടക്കം ഒരു നടപടി എടുക്കേണ്ടതുണ്ട്. കാരണം ധനവകുപ്പ് പണം അനുവദിച്ചാൽ മാത്രമേ തപാൽ വകുപ്പിന്റെ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കൂ. എന്നാൽ പോലും പലർക്കും വിദേശത്തും മറ്റുമൊക്കെ പോകേണ്ടതുണ്ട്. അപ്പൊ അവർക്ക് ലൈസൻസ് അല്പം വേഗത്തിൽ വേണം. അത്തരത്തിൽ നിലവിൽ ഇപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കുന്നതുവരെ ലൈസൻസുകൾ കയ്യിൽ നൽകാൻ വേണ്ട നടപടി സ്വീകരിക്കാനും ഗതാഗത കമ്മീഷണർക്ക് അദ്ദേഹം ആദ്യം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അജിംസ്. ശരി സനൂപ്.